ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് റോസാ ചെടികളുടെ ഒരു കെയറിങ്ങിനെ കുറിച്ചുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിലെല്ലാം റോസാ ചെടികൾ ഉണ്ടാവും. പക്ഷേ പലപ്പോഴും നമ്മൾ എന്തൊക്കെ വളങ്ങൾ ഇട്ട് കൊടുത്താലും റോസാ ചെടിയിൽ പൂക്കളില്ലാതെ ആരോഗ്യമില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥയൊക്കെ നമ്മൾ കാണാറുണ്ട്. അതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവാം. അതിൽ ഒരു കാരണം എന്ന് പറയുന്നത് റോസാ ചെടികൾ നമ്മൾ നട്ടിരിക്കുന്ന മണ്ണിൻ്റെ pH ലെവലാണ്. നമ്മുടെ മണ്ണിൻ്റെ നോർമൽ ഒരു pH ആയിട്ട് കണക്കാക്കുന്നത് 7 ആണ്. അതിൻ്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആ മണ്ണിനൊരു അസിഡിക് നേച്ചർ ആയിരിക്കും. അതിൻ്റെ മേലേക്ക് 7-7നേക്കാളും മുകളിലേക്കാണ് വരുന്നതെങ്കിൽ അതിനൊരു ആൽക്കലൈൻ സ്വഭാവമുള്ള മണ്ണാണെന്ന് പറയും. അപ്പോൾ നമ്മുടെ റോസാ ചെടികൾക്ക് വേണ്ടത് സാധാരണയായിട്ട് അസിഡിറ്റി ഉള്ള മണ്ണാണ്. അസിഡിറ്റി എന്ന് പറയുമ്പോൾ വല്ലാതെ pH ലെവൽ താഴ്ന്ന മണ്ണല്ല, ഒരു 6-നും 7-നും ഇടയിൽ pH ലെവൽ വരുന്ന മണ്ണാണ് റോസാ ചെടികൾ വളർത്താനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. അപ്പം നമ്മൾ റോസാ ചെടികൾ നട്ടിട്ട് അതിൽ പൂവില്ലാതെ വരുന്നുണ്ടെങ്കിൽ, എന്ത് വളങ്ങൾ ഇട്ട് കൊടുത്തിട്ടും പൂവില്ലാതെ വരുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം നമ്മുടെ റോസാ ചെടികൾ നട്ടിട്ടുള്ള മണ്ണിൻ്റെ pH ഒരുപക്ഷെ 7നേക്കാൾ കൂടുതലായിരിക്കാം. അപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ റോസ് നട്ടിട്ടുള്ള മണ്ണിൻ്റെ pH ലെവൽ കുറച്ചൊന്ന് താഴ്ത്തി കൊടുക്കുക എന്നുള്ളതാണ്. മണ്ണിൻ്റെ pH ലെവൽ താഴ്ത്താനായിട്ട് നമുക്ക് സൾഫർ ആഡ് ചെയ്ത് കൊടുക്കാം, മണ്ണിലേക്ക് സൾഫർ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ അലൂമിനിയം സൾഫേറ്റ് ഉപയോഗിക്കാം, ഫെറസ് സൾഫേറ്റ് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഒരുപാട് മാർഗങ്ങളുണ്ട് pH ലെവൽ താഴ്ത്താനായിട്ട്. ഇതിനേക്കാളൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് റോസാ ചെടി നട്ടിരിക്കുന്ന മണ്ണിൻ്റെ pH ലെവൽ താഴ്ത്താനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വിനാഗിരി ഉപയോഗിച്ചിട്ട്, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വിനാഗിരി ഉപയോഗിച്ചിട്ട് എങ്ങനെ മണ്ണിൻ്റെ pH ലെവൽ താഴ്ത്താം എന്നുള്ളത്. റോസാ ചെടിക്ക് അനുയോജ്യമായ pH ലെവലിലേക്ക് മണ്ണിനെ മാറ്റാനും റോസാ ചെടി നല്ല രീതിയിൽ ആരോഗ്യത്തോടെ വളരാനും നിറയെ പൂക്കൾ ഉണ്ടാവാനുമായിട്ട് നമുക്ക് നമ്മുടെ അടുക്കളയിലുള്ള വിനാഗിരി മാത്രം മതി. നമ്മളൊരു 5 ലിറ്റർ വെള്ളം എടുക്കുകയാണെങ്കിൽ അതിലേക്കൊരു 5 ml വിനാഗിരി മതിയാവും. കൂടിപ്പോയാൽ ഗുണത്തേക്കാൾ ഏറെ അത് ദോഷമായിരിക്കും. അപ്പോൾ എടുക്കുന്നതിൻ്റെ അളവ് വളരെ ശ്രദ്ധിച്ച് വേണം. ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് വിനാഗിരി ഒന്നും റോസാ ചെടിയിൽ ഒഴിച്ചു കൊടുക്കരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ചെടിക്ക് അത് വളരെ ദോഷമാണ്. അപ്പോൾ എടുക്കേണ്ട അളവെന്ന് പറഞ്ഞാൽ 5 ml വിനാഗിരി 5 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയിട്ട് റോസാ ചെടിയുടെ കടക്കിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ നനയ്ക്കുന്ന സമയത്ത്, മഴയത്തൊന്നും നമ്മളത് ഒഴിച്ചു കൊടുത്തിട്ട് വലിയൊരു ഉപകാരം ഉണ്ടാവും തോന്നുന്നില്ല. മഴയൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മളിത് ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങളൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ വളരാനും നിറയെ പൂക്കാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു ടിപ്പാണ് ഇത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിക്കാം. നമ്മുടെ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന വിനാഗിരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ഏത് വിനാഗിരി വേണമെങ്കിലും ഇതിനായിട്ട് ഉപയോഗിക്കാം. ഇതിൽ നിന്നൊരു 5 ml എടുത്തിട്ട് 5 ലിറ്റർ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു ബക്കറ്റിൽ ഏകദേശം 5 ലിറ്ററോളം വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്കാണ് വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കാൻ പോണത്. ഈ കുപ്പിരി മൂടി കണ്ടോ, ഇത് ഏകദേശം ഒരു 5 ml ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഒരു മൂടി നിറയെ വിനാഗിരി എടുത്തിട്ടാണ് ഞാൻ വെള്ളത്തിലേക്ക് ഒഴിക്കാൻ പോണത്. ഇത്രയും വിനാഗിരി എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വിനാഗിരിയുടെ അളവ് വല്ലാതെ കൂടിപ്പോയാൽ pH ലെവൽ വല്ലാതെ താന്നു പോവും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരളവിൽ മാത്രം വിനാഗിരി എടുത്താൽ മതി എന്ന് പറയണത്. വെള്ളത്തിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ റോസാ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1 കപ്പ് അളവിൽ ഓരോ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് മറ്റ് വളങ്ങൾ കൊടുക്കുന്നത് പോലെ ആഴ്ചയിൽ ഒരിക്കലൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് മാസത്തിൽ ഒരിക്കൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഈ ഒരളവിൽ ഇത് ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് ചെടികൾക്ക് യാതൊരുവിധ ദോഷവും ഉണ്ടാവുന്നില്ല. pH ലെവൽ കറക്റ്റായിട്ട് ചെടികൾക്ക് പോഷകങ്ങളൊക്കെ നല്ല രീതിയിൽ വലിച്ചെടുക്കാനും നന്നായി പൂക്കൾ ഉണ്ടാവാനും നന്നായി വളരാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. വല്ലാതെ മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ റോസാ ചെടികളൊക്കെ ഈ തിണ്ണയിലേക്ക് മാറ്റി വെച്ചിട്ടുള്ളതാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ വെള്ളത്തിൽ വിനാഗിരി ഒഴിച്ചത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഓരോ റോസാ ചെടികൾക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ ചട്ടിയിലൊക്കെ ചെറിയ നനവുണ്ട്. അപ്പോൾ ഞാൻ കുറേശ്ശെയാണ് കേട്ടോ ഇതിനൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. നനവില്ലാത്ത ചെടികൾക്ക് ഓരോ കപ്പ് വീതം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
ഇതൊക്കെ ഞാൻ മുറ്റത്ത് തന്നെ വെച്ചിട്ടുള്ള റോസാ ചെടികളാണ് കേട്ടോ. ഇതിൻ്റെ കടയിലൊക്കെ ഇപ്പോൾ നിറയെ പുല്ല് വളർന്നിട്ടുണ്ട്. മഴ പെയ്തപ്പോഴാണ് ഇങ്ങനെ പുല്ല് വല്ലാതെ വളർന്നിട്ടുള്ളത്. ഇനി അതൊക്കെ പറിച്ച് കളഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്യണം. എൻ്റെ മിക്ക റോസാ ചെടികളിലും നല്ല പോലെ പൂക്കൾ ഉണ്ടാവാറുണ്ട്. പൂക്കൾ ഉണ്ടാവാനായിട്ട് ഞാൻ ഒരുപാട് വളങ്ങൾ മാറി മാറി കൊടുക്കാറുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ ചാനലിലുണ്ട്. അതൊക്കെ കാണുന്നത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. ഞാൻ ഉള്ളിത്തൊലി, മുട്ടത്തൊണ്ട് ഇത് രണ്ടും പൊടിച്ചിട്ട് കൊടുക്കാറുണ്ട്. അതുപോലെ കഞ്ഞിവെള്ളത്തിൽ കിച്ചൺ വേസ്റ്റൊക്കെ ഇട്ട് വെച്ചിട്ട് പുളിപ്പിച്ച് അത് ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ പഴത്തൊലി വെച്ചിട്ടുള്ള കുറച്ച് വളങ്ങളൊക്കെ തയ്യാറാക്കിയിട്ട് അത് ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ വളങ്ങളൊക്കെ ഇങ്ങനെ തുടർച്ചയായിട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല പോലെ പൂക്കൾ ഉണ്ടാവാറുണ്ട്. ചില സമയത്ത് ചില ചെടികളിൽ എത്ര വളങ്ങൾ ഇട്ട് കൊടുത്താലും വളരെ കുറച്ച് പൂക്കളൊക്കെ വന്നിട്ട് മുരടിച്ച് നിൽക്കുന്നതൊക്കെ കാണാം. അങ്ങനെയാണ് ഞാൻ റോസിൻ്റെ pH ലെവല് കറക്റ്റായെങ്കിൽ മാത്രമേ റോസാ ചെടിയിൽ നിറയെ പൂക്കൾ ഉണ്ടാവുള്ളൂ എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയത്. അതിന് ശേഷമാണ് ഞാൻ ഈ വിനാഗിരി മാസത്തിലൊരു തവണ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയതിന് ശേഷം ആ ചെടികളിലൊക്കെ നല്ല രീതിയിൽ പൂക്കളുണ്ടായി. നല്ല ആരോഗ്യത്തോടു കൂടി അത് വളരാനും തുടങ്ങി. അപ്പോൾ 100% റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പ് തന്നെയാണ് കേട്ടോ ഇത്. ഞാനിത് പരീക്ഷിച്ച് എനിക്ക് അതിൻ്റെ നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. എൻ്റെ ഏതൊരു റോസാ ചെടി എടുത്ത് നോക്കിയാലും ഇപ്പോൾ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവുന്നുണ്ട്. അതേ വളങ്ങളൊക്കെ തുടർച്ചയായി കൊടുക്കുന്നത് കൊണ്ടും ഇതുപോലെയൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നത് കൊണ്ടും തന്നെയാണ് ഇതുപോലെ പൂക്കൾ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മുടെ റോസാ ചെടികൾ നല്ല ആരോഗ്യത്തോടെ വളരാനും ഭംഗിയായി പൂക്കൾ ഉണ്ടാവാനും നിറയെ പൂക്കൾ ഉണ്ടാവാനും നമ്മുടെ അടുക്കളയിലുള്ള വിനാഗിരി എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് കണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ റോസാ ചെടിയിൽ പൂക്കൾ ഉണ്ടാവാതെ എന്തൊക്കെ വളങ്ങൾ ചെയ്തിട്ടും പൂക്കൾ ഉണ്ടാവാതെ നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. റോസാ ചെടിയുടെ കെയറിങ്ങിനെ കുറിച്ചുള്ള ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ അതെല്ലാം കാണാൻ ശ്രമിക്കണം. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.